ചില സമയത്ത് ചില ആൾക്കാർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, പെട്ടെന്നൊരു ബോഡി പെയിൻ, പെട്ടെന്നൊരു വയറുവേദന, ഇല്ലെങ്കിൽ പെട്ടെന്നൊരു ക്ഷീണം തോന്നൽ. നമ്മൾ പെട്ടെന്ന് ഒരു മരുന്ന് കഴിക്കും, അത് ശരിയാവും. അതല്ല, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡൈജഷൻ ഇഷ്യൂ ആണ് തോന്നിയില്ലെങ്കിൽ പെട്ടെന്നൊരു ഭയങ്കര തലവേദന എനിക്ക് തോന്നുമ്പോൾ നമ്മൾ ഒരു ഡോക്ടറിനെ കാണും, മരുന്ന് വാങ്ങിക്കും, കഴിക്കും, അത് ശരിയാവും. പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പം വേറെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വരും. എപ്പോഴും എപ്പോഴും ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതിൻ്റെ റീസൺ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കുറേ കാലം മുന്നേ ഒരു കാശി എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് ഹരിത എന്ന് പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു. അപ്പം ഈ രാജാവ് ഭയങ്കര പവർഫുള്ളും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള രാജാവായിരുന്നു. അപ്പം ആ കാലത്തൊക്കെ ഒരു രാജാവിന് അവർക്ക് സ്വന്തമായിട്ട് ജ്യോത്സ്യന്മാരുണ്ടാവാറുണ്ട്. അപ്പം അന്ന് ആ ജ്യോത്സ്യം വന്ന് രാജാവിനോട് പറഞ്ഞു, ഇനി രാജാവ് കുറച്ചൊന്ന് സൂക്ഷിക്കണം. ജാതകപ്രകാരം അങ്ങയുടെ 7ാം ശനി തുടങ്ങാൻ പോവുകയാണ്. അപ്പം രാജാവ് ഭയങ്കര ഒരു ഓവർ കോൺഫിഡൻറ്റ് ഒരു ആളായിരുന്നു. അപ്പം അവർ പറഞ്ഞു, ഞാൻ ഇത്രയും ഫേമസ് ആണ്, ഇത്രയും പവർഫുള്ളാണ്, ഒരു ഒരു ശനി എന്ത് ചെയ്യാൻ പറ്റും? ഒരു ശനിക്ക് 7ാം ശനി എന്ന് പറഞ്ഞത് സ്റ്റാർട്ടായാലും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് പറഞ്ഞു. അപ്പം ജ്യോത്സ്യനൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ആ രാജാവിൻ്റെ ബോഡി വീക്കാവാൻ തുടങ്ങി. ഒന്നും ഉണ്ടായില്ല, പക്ഷെ പെട്ടെന്ന് ബോഡി വീക്കായി. പെട്ടെന്ന് ഡൈജഷൻ ഇഷ്യൂസ് തുടങ്ങി. പിന്നെ രാജാവിന് ഒരുപാട് ക്ഷീണം തോന്നി തുടങ്ങി. അത് കാരണം രാജാവിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ രാജ്യം ഇങ്ങനെ ഭരണം പോയി തുടങ്ങി. ഒരുപാട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ഈ രാജാവ് വിചാരിച്ചു, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണമല്ലോ. അപ്പം ഒരു ഋഷിമുനിയോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? ഞാൻ എല്ലാം നന്നായിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ പെട്ടെന്ന് എൻ്റെ ബോഡി ഇത്രയും വീക്കായി, എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വേറെ ഒന്നും പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല, വീട്ടിൽ ഉണ്ടാക്കിയതാണ് കഴിക്കുന്നത്. ഞാനങ്ങനെ എല്ലാം ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരുന്നു, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഋഷിമുനി പറയുന്നത്, രാജാവേ, ജ്യോത്സ്യൻ എപ്പോഴേലും പറഞ്ഞായിരുന്നോ രാജാവിന് ശനി ദശയാണെന്നും 7ാം ശനിയാണെന്നും ഈ ഒരു സമയത്ത് രാജാവ് കുറച്ച് കെയർഫുള്ളായിരിക്കണമെന്നും? അപ്പോഴാണ് പെട്ടെന്ന് രാജാവിന് ഓർമ്മ വരുന്നത്, അന്ന് ഈ ജ്യോത്സ്യൻ ഒരു വാർണിംഗ് കൊടുത്തതായിരുന്നു, പക്ഷേ ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിട്ട് രാജാവ് അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പം ഈ ഋഷി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ ഈ എൻവയൺമെൻറ്റിൽ ഒരുപാട് എനർജീസ് ഉണ്ട്. അപ്പം ഒരാളുടെ ബർത്ത് ചാർട്ട്, അതായത് ഒരാളുടെ ജാതകത്തിൽ ഒരു ഭാവത്തിൽ ഒരു ഗ്രഹമായിരിക്കും ഇരിക്കുന്നത്. അതാണ് വിശ്വാസം, അതാണ് ഈ ആസ്ട്രോളജിയിലെ ഒരു വിശ്വാസം. അപ്പം ഒരു ഗ്രഹം മാറണ സമയത്ത് ഒരാൾക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാം. അത് നല്ല ചേഞ്ചസ് ആയിരിക്കാം, അത് നെഗറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കാം. പക്ഷേ ചില ഗ്രഹങ്ങൾ, ഇപ്പം ശനി, അതായത് സാറ്റേൺ, പിന്നെ രാഹു, കേതു, പിന്നെ ചൊവ്വ, മാർസ്, ഈ പ്ലാനറ്റ്സൊക്കെ അവരുടെ ഭാവം മാറണ സമയത്ത് അവർ നമ്മുടെ ഹെൽത്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പം ഏറ്റവും ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജാതകത്തിൽ 6ാമത്തെ ഹൗസ്, അതായത് 6ാമത്തെ ഭാവം, അതാണ് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ സാറ്റേൺ, അതായത് ശനി, രാഹു, കേതു അല്ലെങ്കിൽ ചൊവ്വ, ഇതിൽ ഏതെങ്കിലും ഗ്രഹം ആ 6ാം ഭാവത്തിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവാം. അത് ഏത് രീതിയിലാവാം,
ഒരു പനിയായിട്ടാവാം, ഇല്ലെങ്കിൽ ഒരു വലിയൊരു അസുഖം വന്നിട്ടാവാം, ഒരു ആക്സിഡൻറ്റ് വന്നിട്ടാവാം. നമ്മുടെ ജാതകത്തിൽ ഇന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കാൻ പാടില്ല. നമ്മളിപ്പം എപ്പോഴും ഒരു വിഷമിച്ച് ഇരിക്കാനുള്ള അവസ്ഥ വരാനും പാടില്ല. ഇപ്പം പുറത്തിറങ്ങിയ ആക്സിഡൻ്റ് ആയിരിക്കും, പോണ്ട എന്ന് വിചാരിക്കാൻ പാടില്ല. ബിക്കോസ് ആക്സിഡൻറ്റ് വീട്ടിലിരുന്നാലും സംഭവിക്കാം. അപ്പം നമ്മൾ ജാതകം വായിച്ച്, ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയുന്ന പോലെ നമ്മൾ നമ്മുടെ ജാതകം ഒരു ഫ്രണ്ടായിട്ട് ട്രീറ്റ് ചെയ്ത് അത് മനസ്സിലാക്കി നമുക്ക് എങ്ങനെ നമ്മുടെ അഡ്വാൻറ്റേജിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം കഴിഞ്ഞിടയ്ക്ക് ഞാൻ അടുത്തറിയുന്ന ഒരാൾ, അവർക്ക് ശനിദശ സ്റ്റാർട്ടായി എന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, ഇനി എന്ത് ചെയ്യുന്നു, ഇനി ശനിയാണ്, കണ്ടകശനിയാണ്, എനിക്ക് ആലോചിച്ചിട്ട് ഇതാവുക, ടെൻഷനാവുക. പക്ഷേ ശരിക്കും ശനിദശ വരുന്നത് ടെൻഷനാക്കാനല്ല, നമ്മളെ എന്താ പറയുക, സഫർ ചെയ്യിപ്പിക്കാനോ നമ്മളെ പണിഷ് ചെയ്യാനോ ഒന്നും അല്ല, നമ്മളെ ഡിസിപ്ലിൻഡ് ആക്കാനാണ്. നമ്മളിപ്പോൾ എപ്പോഴേലും വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേർവഴി കൊണ്ടുവരാനാണ് ശനി എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്, നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും ആദ്യത്തെ കാര്യം ജാതകം വായിച്ച് നമ്മൾ തന്നെ മനസ്സിലാക്കുക നമ്മുടെ 6ാമത്തെ ഭാവത്തിൽ ഏത് ഗ്രഹമാണ് നിൽക്കുന്നതെന്ന്. ഇപ്പം ഞാൻ സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. ഒരേ ഗ്രഹം നമ്മുടെ 6ാമത്തെ ഭാവത്തിലാണെങ്കിൽ ആ ഗ്രഹം കാരണം നമുക്ക് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വരുമെന്നാണ് കാണിക്കുന്നത്. അപ്പം ആ ഹെൽത്ത് ഇഷ്യൂ കാരണം നമ്മൾ ഏതൊക്കെ സെക്ഷനിൽ ഫോക്കസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ചില ആൾക്കാർക്ക് ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഗ്രഹമാണ് 6ാമത്തെ ഭാവത്തിലെങ്കിൽ അവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി ആയിരിക്കും, പക്ഷേ ചിലപ്പം വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്, അവർക്ക് ലിവർ റിലേറ്റഡ് ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഹെൽത്തിൽ ഏത് ഏരിയയിൽ ഫോക്കസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ശനി ആണ് നമ്മുടെ 6ാമത്തെ ഭാവത്തിൽ നിൽക്കണമെങ്കിൽ നമുക്കൊരുപാട് ഒരു ലോൺലിനെസ് ഇല്ലെങ്കിൽ ഒരുപാട് ഡിപ്രഷനുള്ള ഒരു സിറ്റുവേഷൻ തോന്നാം. പിന്നെ ചില സമയത്ത് നമുക്ക് ഭയങ്കര ജോയിൻറ്റ് പെയിൻസ് തോന്നാം. അതൊക്കെയാണ് ശനി വരണ സമയത്തുള്ള ഹെൽത്ത് ഇഷ്യൂസ്. പക്ഷേ നമുക്കത് ആദ്യമേ അറിയുവാണെങ്കിൽ അതിൻ്റെ നമുക്ക് റെമഡീസ് മനസ്സിലാക്കാം. അപ്പം ഏറ്റവും എളുപ്പത്തിൽ ആയുർവേദം നമുക്ക് നാച്ചുറലായിട്ട് പറയുന്ന കുറച്ച് റെമഡീസ് ഉണ്ട്. ഇപ്പം നമുക്ക് ജോയിൻറ്റ് പെയിൻസോ എന്തെങ്കിലും ബോഡി പെയിൻ വരുമ്പം ആയുർവേദം എപ്പോഴും പറയുന്നത് ഒരു ഓയിൽ മസാജ്. ഇപ്പം ഈ ജോയിൻറ്റ് പെയിനിന് വേണ്ടിയൊക്കെ പറയുന്നത് എള്ളെണ്ണയുടെ മസാജ് ഭയങ്കര നല്ലതാണെന്ന്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ആയുർവേദ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് നാച്ചുറലി, ഇപ്പം പെട്ടെന്നൊരു മരുന്ന് കഴിക്കുക, ഫാസ്റ്റ് റിലീഫ് കിട്ടും, അത് പിന്നെയും ഒരു 10 ദിവസം നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഒരു മരുന്ന് വരും. അത് ഫോളോ ചെയ്യാണ്ട് നമുക്ക് നാച്ചുറൽ രീതിയിൽ നമ്മുടെ ബോഡി നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് റെമഡീസ് കണ്ടെത്താം. അപ്പോൾ നമ്മുടെ രാജാവിൻ്റെ കഥ എന്തായി? രാജാവ് ആയുർവേദിക് മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഋഷിമുനി പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഡിസിപ്ലിൻഡായി എല്ലാം ഫോളോ ചെയ്തു. എല്ലാം ഓക്കെ ആയി. രാജാവ് കൂടുതൽ ശക്തിശാലിയായി. അപ്പം ഇതിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ലെസൺ ആയിരുന്നു, നമുക്ക് ഒരു അസുഖം വരുന്നേക്കാട്ടും മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ജാതകം വായിച്ചിട്ട് നമ്മുടെ ജാതകം മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി സ്റ്റെപ്സ് എടുക്കാം. ഇപ്പം നമ്മൾ ജോലിക്കും ഒരു ജോലി എപ്പോൾ മാറണം എന്ന് ആലോചിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ജോത്സ്യൻ്റെ അടുത്ത് പോകുന്നു. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ വീട് വയ്ക്കാൻ എപ്പോഴായിരിക്കും നല്ല സമയം നോക്കാൻ വേണ്ടി നമ്മൾ ജോത്സ്യൻ്റെ അടുത്ത് പോകുന്നു. അങ്ങനെയൊക്കെ തന്നെ നമുക്ക് ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പം നമ്മൾ ഇത്രയും ഓടി നടക്കുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്
ഒക്കെ വേസ്റ്റ് ആയിപ്പോവും. നമ്മുടെ ബോഡി ഒരു മെഷീനാണ് അല്ലേ, കുറേ പാർട്സിലൊരു മെഷീനാണ്. അപ്പം ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും, നമ്മളത് മനസ്സിലാക്കണം. അപ്പം ഒരേ ഓർഗൻ, ഒരേ ബോഡി പാർട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഓയിലിംഗ് ഇഷ്യൂ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നേക്കാളും മുന്നേ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റും അല്ലേ. ഇല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ലൈഫിൽ ചെയ്യാനുള്ളതാണ് അല്ലേ. അപ്പം അതിൻ്റെ കൂടെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ ബോഡിക്ക് കൊടുക്കണം. അപ്പോൾ ചില ആൾക്കാർ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു സ്കിൻ റാഷ് വന്നു കഴിഞ്ഞാൽ ഫൈൻ, ഇന്ന് ഉണ്ട്, ഇനിയിപ്പം നോക്കാം, നാളെ ഉണ്ടോ നോക്കാം, മറ്റന്നാണ്ടോ നോക്കാം. ഇപ്പം ബോഡിയുടെ പുറത്തല്ലേ. അപ്പം സ്കിൻ റാഷ് എന്ന് പറയുമ്പം അങ്ങനെ ഉള്ളിലൊന്നും അല്ലല്ല, കുഴപ്പമില്ല, തനത്താൻ മാറിക്കോളൂ എന്ന് വിചാരിച്ചിട്ട് ഇഗ്നോർ ചെയ്യും. പക്ഷേ ഒരാഴ്ച കഴിയും, 2 ആഴ്ച കഴിയും, ആ സ്കിൻ റാഷ് അവിടെ തന്നെ ഉണ്ട്. ബിക്കോസ് നമ്മൾ അതിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എവ്രിതിങ്, നമ്മുടെ ബോഡിയിലുള്ള എവ്രി സെൽ നമ്മളതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അതിൻ്റെ പോലെ അതിൻ്റെ രീതിയിൽ പ്രവർത്തിക്കും. അപ്പം ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പം ബോഡിയുടെ പുറത്താണെങ്കിലും ബോഡിയുടെ ഉള്ളിലാണെങ്കിലും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റും. അതുമാത്രമല്ല, നമ്മുടെ ജാതകം നമ്മളെ പണിഷ് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല. നമ്മളെ എന്താ പറയുക, എന്തായാലും ഇയാൾ അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നുമല്ല നമ്മുടെ ജാതകം. അപ്പം നമ്മളെ ഫിക്സ് ചെയ്യാനും നമ്മുടെ അസുഖങ്ങളും ഭേദമാക്കാനും, അസുഖങ്ങൾ വരുന്നേക്കാളും മുന്നേ നമ്മളെ വാർണിംഗ് അറിയിക്കാനും വേണ്ടിയാണ് നമ്മുടെ ജാതകം ഉള്ളത്. അപ്പം എല്ലാവരും ഈ ഓൺലൈൻ തന്നെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമ്മൾ ജനിച്ച സമയവും പേരും കുറച്ച് ബേസിക് ഡീറ്റെയിൽസ്, സ്ഥലവും പ്ലേസ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചാർട്ട് കിട്ടും. അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരേ ഭാവത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഇരിക്കുന്നത്, നമ്മളിപ്പം ഫോക്കസ് ചെയ്യാനുള്ള ഏത് സെക്ഷനാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, പിന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് പ്ലാനറ്റാണ്, ഏത് ഗ്രഹമാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ നെക്സ്റ്റ് കുറച്ച് കാലങ്ങൾ ഉണ്ടാവുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മളിപ്പം ഈ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുന്ന പോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമ്മൾ റിപ്പോർട്ട് നമ്മൾ വായിക്കില്ലേ, അങ്ങനെ തന്നെ നമ്മുടെ ജാതകം ഒരു റിപ്പോർട്ട് പോലെ തന്നെയാണ്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നു അത്രയും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.